തസ്മി അനിയ ഹിയർ. അപ്പോൾ നമുക്കൊരു കുക്കിംഗ് വ്ളോഗ് കണ്ടാലോ. ഇമ്മ ഉറങ്ങേന് ഈ ഉച്ചക്ക്, ഇമ്മ ഉറങ്ങും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശന്നുകൊണ്ട് ഞങ്ങൾ ഫ്രിഡ്ജ് എടുത്ത് തുറന്നു നോക്കിയപ്പോൾ നഗറ്റ്സ് കിട്ടി, പിന്നെ ഒരു ചീസും കിട്ടി, പിന്നെ കുറച്ച് സോസും എടുത്തുകാണ്ട് ഞങ്ങളൊരു ബ്രെഡും എടുത്തുകാണ്ട് കുക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ബർഗർ കം സാൻഡ്വിച്ച് ആണ് കേട്ടോ ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നഗറ്റ്സ് ഒരു ചെറിയ പാനായതുകൊണ്ട് തന്നെ 3 വീതം നഗറ്റ്സ് ഞാൻ ആദ്യം പൊരിച്ചെടുക്കുന്നുണ്ട്. ഈ നഗറ്റ്സിനൊന്ന് മറിച്ചിട്ട് ഞാൻ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ബ്രെഡ് വേറൊരു പാനിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്താൽ മതി, കാരണം നമുക്ക് ഈ ഒരു ബ്രെഡ് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നതിന് ഒന്ന് ഉറപ്പാകാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചീസ് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ചീസ് ഭയങ്കര സ്ലൈമി ടെക്സ്ചർ അല്ലേ ഇതിനതുകൊണ്ട് തന്നെ അതൊന്ന് ഇട്ട് തരാനും ഞാൻ കുറച്ച് പണി എടുത്തിക്കുന്നു കേട്ടോ, ഒന്ന് പൊട്ടിച്ചൊന്ന് സെറ്റാക്കാൻ വേണ്ടിയും. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ചീസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ചീസ് ഒന്ന് മെൽട്ടാവാൻ വേണ്ടി ബ്രെഡിൻ്റെ കൂടെ ഞാൻ ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ട്. അതിന് മേലെയാണ് നമ്മൾ നെഗറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 നെഗറ്റ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്, ശരിക്കും ഞാൻ 3 വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നെഗറ്റ്സ് ഇട്ട് പിന്നെ ഞാൻ മയോണൈസ് ഇടുന്നുണ്ട്. ഈ ഒരു ഇതിൻ്റെ ടെക്സ്ചറും ഭയങ്കര ഒരു ഹാർഡ് ടെക്സ്ചറാണ് കേട്ടോ ഇതിന്. എനിക്കും അനിയക്കും വലിയൊരു താല്പര്യമില്ലാത്തൊരു സംഭവമാണ് ഈ മയോണൈസ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചേ ഇട്ട് കൊടുക്കണുള്ളൂ, കാര്യമായിട്ടൊന്നും ഇട്ട് കൊടുക്കണില്ല. എന്നിട്ട് അതിന് ശേഷം ഞാനിങ്ങനെ ഉള്ളിനെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തു. എനിക്കും അനിയക്കും ഉള്ളി ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ഒരു രസം കിട്ടാൻ വേണ്ടി. അതിന് ശേഷം ഞങ്ങൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടോ. തക്കാളി എനിക്കും അനിയക്കും തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. ഇങ്ങനെ എന്തൊക്കെയൊക്കെ ആണ് അതിങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വെറും 2 എന്തായാലും ആണല്ലോ എന്ന രീതിക്ക് 2 ഇട്ട് കൊടുക്കണുള്ളൂ. അതിന് ശേഷം ഞങ്ങൾ ഏറ്റവും ഫേവറേറ്റായ കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കെച്ചപ്പ് അല്ല കേട്ടോ, ഇത് ടൊമാറ്റോ സോസാണ്, എന്നാലും ഇത് നല്ല ടേസ്റ്റാണ്, അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ അപ്പുറത്തെ ടോസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഒരു ബർഗർ കം സാൻഡ്വിച്ച് ഫസ്റ്റ് ബർഗർ കം സാൻഡ്വിച്ച് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പ്ലേറ്റിലേക്ക് സേവ് ചെയ്ത് 2 ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴാണ് ഞങ്ങളെ കസിന് ഞങ്ങൾക്ക് ചക്കര ജിലേബി കൊണ്ടുവന്ന് തന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ അതും വെച്ച് പിന്നെ ഞങ്ങൾ ഡ്രിങ്ക് ആയിട്ട് ടാങ്ക് വെള്ളം കലക്കീനി, അതും കുടിച്ച് അതും തിന്നും ചെയ്തു. അപ്പം ഞങ്ങളെ കൂടെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരാളും കൂടി ഉണ്ട്. അപ്പം ഞങ്ങൾ 3 പേര്, കണക്കെടുക്കുമ്പോൾ 2 പേർക്ക് ഉണ്ടാക്കാറുണ്ടെങ്കിലും തിന്നാൻ 3 പേരുണ്ടാവും. അപ്പോൾ ഓക്കും ഞങ്ങൾ ടാങ്ക് വെള്ളം കലക്കി ഞങ്ങളിൽ നിന്നും കുറച്ച് ഓക്കും കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.